പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ ധന്യമേറിയ നാം ഈ സമയം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. മീറ്റിംഗ് കഴിയുന്ന കർത്താവിൻ്റെ ആസൻ കുടുംബം, ഈ പ്ലാറ്റ്ഫോമിൽ ജോയിൻ ചെയ്തിരിക്കുന്ന ബഹുമാനിത എല്ലാ ദൈവദാസന്മാരെയും കുടുംബങ്ങളെയും എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരിക്കൽ കൂടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള നിസ്തുല സ്നേഹവന്ദനത്തെ ഇന്ന് ഈ സമയം അറിയിക്കുന്നു. ഈ റോമാലേഖന പഠന പരമ്പരയിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടെ കർത്താവ് യേശു ക്രിസ്തു നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ച നമ്മൾ റോമാലേഖനം 1-ാം അധ്യായമാണ് ചിന്തിച്ച് നിർത്തിയത്. ഒന്ന് ഒന്ന് ഇത് ചെയ്യാമോ, ഇനേബിൾ ചെയ്യാമോ ഷെയറിങ്? നമ്മൾ റോമാലേഖനത്തിൻ്റെ ഔട്ട്ലൈനൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ച കാണിപ്പാനിടയായി. ഞാൻ സമയത്തിന് ചുരുക്കം മൂലം അതിലേക്ക് പിന്നെയും പോകുന്നില്ല. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ആഴ്ച ജോയിൻസറിലെ ഈ ആഴ്ച ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. പുതുതായിട്ട് ആരും ഇല്ല എന്ന് എനിക്കറിയത്തില്ല. എങ്കിൽ തന്നെയും എൻ്റെ ഒരു ഔട്ട്ലൈൻ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അതിനെപ്പറ്റി പറയുവാനിടയായി. ഇന്ന് രാത്രി റോമാലേഖനം 2-ാം അധ്യായമാണ് ചിന്തിപ്പാൻ കർത്താവിൽ ശരണം പ്രാപിക്കുന്നു. അതിന് പാർട്ട് 2 എന്ന നിലയിൽ 2 ഭാഗങ്ങളായിട്ടാണ് 2-ാം അധ്യായം പഠിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നത്. ഒന്ന് 2-ാം 1 മുതൽ 16 വരെ ദൈവത്തിൻ്റെ നീതിയുള്ള വിധി, ഗോഡ്സ് റൈറ്റിയസ് ജഡ്ജ്മെന്റ്. അതിൻ്റെ 17 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ യഹൂദനും ന്യായപ്രമാണം. ഇങ്ങനെ 2 പാർട്ടായിട്ടാണ് ചിന്തിപ്പാൻ ഇന്ന് കർത്താവിൽ ശരണം പ്രാപിക്കും. എന്നാൽ ഇതിൻ്റെ റോമാലേഖനം 1-ാം അധ്യായം നമ്മൾ കഴിഞ്ഞ ആഴ്ച എൻ്റെ ഇൻട്രൊഡക്ഷനും ഗ്രീറ്റിംഗ്സ്, സുവിശേഷത്തിൻ്റെ ശക്തി, മനുഷ്യകുലത്തിനെതിരെ ദൈവത്തിൻ്റെ കോപം, 1-ാം അധ്യായം 18 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ, അങ്ങനെയാണ് നമ്മൾ പഠിച്ചു നിർത്തിയത്. എന്നാൽ 1-ാം അധ്യായം 18 മുതൽ 3-ാം അധ്യായം 20 വരെ പൗലോസ് ഒരു മനുഷ്യൻ നീതിമാനല്ല, നോ വൺ ഈസ് റൈറ്റിയസ് എന്നാണ് ഇവിടെ തെളിയിക്കുകയാണ്. അതിനകത്ത് അതിൻ്റെ ഒരു തുടർച്ച എന്നാണ് 2-ാം അധ്യായം നമ്മൾ ചിന്തിക്കുന്നത്. 2-ാം അധ്യായത്തിലോട്ട് വരുമ്പോൾ എൻ്റെ ഫസ്റ്റ് പാർട്ടായിട്ട് നമ്മൾ ചിന്തിക്കും ദൈവത്തിൻ്റെ നീതിയുള്ള വിധി. ഇവിടെ ഈ ഭാഗം നമ്മൾ പഠിക്കുമ്പോൾ ഇതിനകത്തൂടെ നമ്മൾ രാത്രി ഈ വാക്യങ്ങളൊക്കെ വായിച്ച് മനസ്സിലാക്കുമ്പോൾ പൊതുവെ പൗലോസ് മനുഷ്യകുലത്തിനെതിരെ പൊതുവെയാണ് പറയുന്നതെങ്കിലും ശരിക്കും യഹൂദന്മാരെയാണ് ഇതിനകത്ത് ശക്തമായിട്ട് ഊന്നി പറയുന്നത്. അതിന് 1-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. യഹൂദന്മാർക്കൊരു സ്വഭാവമുണ്ട്, അവർ ദൈവത്തിൻ്റെ സ്വന്തം ജനമാണെന്ന് അവർ അഹങ്കരിച്ചിരുന്നു. അവർക്ക് ന്യായപ്രമാണം ലഭിച്ചിരുന്നു. അവർ ദൈവത്തിൻ്റെ അടുക്കൽ എത്തിപ്പെടുമെന്ന് അവർ ചിന്തിച്ചിരുന്നു. അതുകൊണ്ട് മറ്റുള്ളവരെ, ജാതികളായ ആൾക്കാരെ അവർ വിധിക്കുവാനായിട്ട് തുടങ്ങി. നമുക്കതിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനെ കട്ട് ചെയ്തുകൊണ്ടാണ് പൗലോസ് ഇവിടെ ഈ 2-ാം അധ്യായം തുടങ്ങുന്നത്. നമ്മൾ വായിക്കുമ്പോൾ പൊതുവിലാണ് പറയുന്നതെങ്കിലും യഹൂദന്മാരെയാണ് ഇവിടെ ശക്തമായിട്ട് ഊന്നി പറയുന്നത്. അതുകൊണ്ട് 1-ാം വാക്യം, അതുകൊണ്ട് വിധിക്കുന്ന ഏതു മനുഷ്യനുമായുള്ളവേ നിനക്ക് പ്രതിവാദം പറയുവാനില്ല. അന്യനെ വിധിക്കുന്നതിൽ നീ നിന്നെ തന്നെ കുറ്റം വിധിക്കുന്നു. വിധിക്കുന്ന നീ അത് തന്നെ പ്രവർത്തിക്കുന്നുവല്ലോ. 1-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ യഹൂദൻ മറ്റ് ജാതികളെ അല്ലെങ്കിൽ യഹൂദനല്ലാത്തവനെ എല്ലാം പാപികളായിട്ടാണ് കാണുന്നത്. ഇവർ സ്വയം നീതിമാന്മാരെന്നാണ് ഇവിടെ അവകാശപ്പെടുന്നത്. കാരണം ന്യായപ്രമാണം അരച്ചു കലക്കി കുടിച്ചു വെച്ചതുകൊണ്ട് ന്യായപ്രമാണത്തിലെ കാര്യങ്ങളൊക്കെ അറിവുള്ളതുകൊണ്ട് അത് നമുക്ക് അടുത്ത 17 മുതൽ 29 വാക്യങ്ങളിൽ നമ്മൾ ചിന്തിക്കുന്നത്. അതുകൊണ്ട് മറ്റുള്ളവരെ കുറ്റം വിധിക്കുന്നതിൽ ഇവർ അഗ്രഗണ്യന്മാരായിരുന്നു, വളരെ മുന്നിട്ട് നിൽക്കുന്ന ആൾക്കാരായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ അപ്പോസ്തലപ്രവൃത്തി പഠിച്ചപ്പോൾ
ജാതികളെ ദൈവാലയത്തിൽ പോലും കയറ്റുവാൻ അവർ മടിച്ചിരുന്നു. ജാതികൾ അകത്ത് കയറിയാൽ അവരെ കൊന്നുകളയണമെന്നുള്ള ഒരു നിയമം വരെ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അവരെ പുറത്തു നിർത്തിയതായിട്ടാണ് നമ്മൾ അപ്പോസ്തലപ്രവൃത്തിയിൽ പഠിച്ചത്. ഒരിക്കലും ജാതികളെ അകത്ത് യെരൂശലേം ദേവാലയത്തിൽ കയറ്റിയിരുന്നില്ല. അപ്പോൾ അത്രയ്ക്ക് നികൃഷ്ടമായ ഒരു മനോഭാവത്തോടെയാണ് യഹൂദന്മാർ മറ്റുള്ളവരെ കണ്ടിരുന്നത്. എന്നാൽ ഈ ഭാഗം വായിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു മത്തായിയുടെ സുവിശേഷത്തിൽ വളരെ ശക്തമായി ഇതിനെ ഖണ്ഡിക്കുകയാണ്. യേശു ആ കാലത്തുണ്ടായിരുന്ന പരീശന്മാരെയും ശാസ്ത്രിമാരെയും ഒക്കെ നോക്കിയിട്ട് അവരെ കപടഭക്തിക്കാരെന്നാണ് കർത്താവ് അഭിസംബോധന ചെയ്യുന്നത്. അവരുടെ കപടങ്ങളെ, അവരെ ഭക്തിയുടെ വേഷം ധരിച്ച അവരുടെ പുറമേ ഉള്ള ആ ഭക്തിയൊക്കെ വളരെ ശക്തമായിട്ട് അതിൻ്റെ പുറത്തോട് പൊളിച്ചു കളയുന്ന രീതിയിലാണ് കർത്താവ് സംസാരിക്കുന്നത്. തൻ്റെ ഗിരിപ്രഭാഷണത്തിൽ മത്തായിയുടെ സുവിശേഷം 5, 6, 7 മുതൽ 7 അധ്യായത്തിലോട്ട് വരുമ്പോൾ അതിൻ്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവ് ഇവരെ നോക്കിയിട്ട് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഈ വിധിക്കുന്നവരെ കുറിച്ച് നമുക്കൊന്ന് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 7 അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് വിധിക്കരുത്. അപ്പം നിങ്ങൾ മറ്റുള്ളവരെ വിധിച്ചാൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ജഡ്ജ് ചെയ്യപ്പെടുമെന്നാണ് കർത്താവ് അവർക്കൊരു വാണിംഗ് കൊടുക്കുകയാണ്. അടുത്ത ഭാഗം, നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ നിങ്ങളെയും വിധിക്കും. നമുക്ക് മറ്റുള്ളവരെ വിധിക്കുവാനായിട്ട് സാധ്യമല്ല. മറ്റൊരാളെ നമ്മൾ ജഡ്ജ് ചെയ്യുവാൻ പാടില്ല. അങ്ങനെ ജഡ്ജ് ചെയ്താൽ നമ്മളെ ദൈവം ജഡ്ജ് ചെയ്യും, ദൈവം നമ്മളെ വിധിക്കും. അടുത്ത ഭാഗം, നിങ്ങൾ മറ്റുള്ളവരെ അളക്കാൻ പോയ അതേ അളവിനാൽ നിങ്ങൾക്കും അളന്നു കിട്ടും. ഇത് കർത്താവ് യേശു ക്രിസ്തു നേരിട്ട് ആ മലയിൽ കൂടിയിരുന്ന പുരുഷാരത്തോട് പറയുന്ന കാര്യങ്ങളാണ്. തൻ്റെ അടുക്കൽ വന്ന ശിഷ്യന്മാർ തൊട്ടു താഴെ പുരുഷാരം, ഇങ്ങനെ വലിയ 10,000 പേരെ അടുക്കലിരുന്ന് പറയുന്ന ഒരു കാര്യമാണ് ഇവിടെ. അടുത്ത ഭാഗം, എന്നാൽ സ്വന്തം കണ്ണിലെ കോൽ ഓർക്കാതെ സഹോദരന്റെ കണ്ണിലെ കരട് നോക്കുന്നത് എന്ത്? ഇവിടെ നമുക്കെല്ലാവർക്കും ചില സമയത്ത് ഇങ്ങനെയുള്ളതായ ഒരു അവസ്ഥകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. നമ്മളെല്ലാം മറ്റുള്ളവരെ കുറ്റങ്ങൾ കണ്ടുപിടിക്കുന്നതിൽ വളരെ സാമർഥ്യമുള്ളവരാണ്. എന്നാൽ നമ്മുടെ കണ്ണിലെ കോല് പലപ്പോഴും എടുത്തു കളയാറില്ല, അതിൻ്റെ കരട് എടുത്തു കളയാറില്ല. നമ്മൾ മറ്റുള്ളവന്റെ കണ്ണിലെ കരട് എടുത്തു കളയാൻ നിൽക്കുക. അങ്ങനല്ലേ ഇവിടെ എഴുതിയിരിക്കുന്നത്, അല്ലേ? സ്വന്തം കണ്ണിലെ കോൽ ഓർക്കാതെ സഹോദരന്റെ കണ്ണിലെ കരട് നോക്കുന്ന എന്ത്? ഇത് തന്നെ ഇവിടെ പൗലോസും റോമിലെ സഭയോട് പറയുന്നു. ആ കർത്താവിൻ്റെ അതേ ഉപദേശമാണ് ഇവിടെയും പൗലോസ് അവർക്ക് കൊടുക്കുന്നത്. അപ്പോൾ സ്വന്തം കണ്ണിലെ കോലെടുക്കാതെ മറ്റുള്ളവന്റെ കണ്ണിലെ കരട് നോക്കുന്നു എന്ന് പറഞ്ഞാൽ, നമ്മൾ മറ്റുള്ളവന്റെ കുറ്റം കണ്ടുപിടിക്കാൻ പോയാൽ നമ്മുടെ പാവങ്ങളെ നമുക്ക് തെളിവായി വരുത്തില്ല, നമ്മുടെ പാവങ്ങൾ നമുക്ക് വെളിപ്പെടത്തില്ല. നമുക്ക് തന്നെ നമ്മൾ സ്വയം നീതിമാന്മാരായി തോന്നും. അതൊരു വലിയ അപകടമാണ്. അതുകൊണ്ട് ചുങ്കക്കാരനും പരീശനും കൂടെ പ്രാർത്ഥിക്കാൻ പോയ കഥ നമുക്കറിയാം, സംഭവം കർത്താവിടെ പറയുന്നു. പക്ഷെ ആരാണ് നീതീകരിക്കപ്പെട്ടു പോയത്? ചുങ്കക്കാരനാണ്. പരീശൻ ഒരിക്കൽ നീതീകരിക്കപ്പെട്ടില്ല. കാരണം അവനെ തന്നെ ബൂസ്റ്റ് ചെയ്യുകയാണ്. അവൻ എല്ലാവരെക്കാളും മെച്ചമാണെന്നും മറ്റുള്ളവരെക്കാളൊക്കെ വളരെ മിടുക്കനാണെന്നും എല്ലാ ന്യായപ്രമാണം എല്ലാം ആചരിക്കുന്നു എന്ന് ഉള്ള ആ ഒരു കാര്യമാണ് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നത്. പക്ഷെ അവൻ ഒരിക്കൽ നീതീകരിക്കപ്പെടുന്നില്ല. ഇവിടെ അതുതന്നെയാണ് പൗലോസും എടുത്തു പറയുവാനായിട്ട് താല്പര്യപ്പെടുന്നത്. അതുകൊണ്ട് ഇവിടെ നമ്മൾ വായിച്ച്, നീ അന്യനെ വിധിക്കുന്നതിൽ നീ നിന്നെ തന്നെ കുറ്റം മതി. കർത്താവ് പറഞ്ഞ അതേ സ്റ്റേറ്റ്മെന്റ് ഇവിടെ റിപ്പീറ്റ് ചെയ്യുകയാണ്. അപ്പൊ ഈ യഹൂദനെയാണ് ഇത് ശരിക്കും ഫോക്കസ് ചെയ്യുന്നത്. നീ നിന്നെ വിധിക്കുന്ന, നീ അത് തന്നെ പ്രവർത്തിക്കുന്നു. അപ്പം നീ വിധിക്കുന്നു, നീ മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിക്കുന്നു. നിന്റെ വിചാരം നിന്റെ അകത്തൊന്നുമില്ല, നീ പരമവിശുദ്ധനാണ് അല്ലെങ്കിൽ പരമനീതിമാനാണ്. പക്ഷെ നീ അത് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അതാണ് 2-3 വാക്യങ്ങൾ. ആ വക പ്രവർത്തിക്കുന്നവൻ ദൈവത്തിന്റെ വിധി സത്യാനുസരണമായിരിക്കും നാം അറിയുന്നു. ആ വക പ്രവർത്തിക്കുന്നവരെ വിധിക്കുകയും അത് തന്നെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന മനുഷ്യ, നീ ദൈവത്തിന്റെ വിധിയിൽ നിന്ന് തെറ്റി ഒഴിയും എന്ന് നനയ്ക്കുന്നു. ആ വക പ്രവർത്തിക്കുന്നവരെ, ആ വക എന്നുള്ളത്
1-ാം അധ്യായം 29 മുതൽ 31 വരെയുള്ള വാക്യങ്ങളിൽ കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചു. അവിടെ എഴുതിയിട്ടുണ്ട്, അവർ 29, അവർ സകല അനീതിയും, ദുഷ്ടത, അത്യാഗ്രഹം, ദുർബുദ്ധി, അസൂയ, കൊല, പിണക്കം, കപടം, ദുശീലം എന്നിവ തിങ്ങിയവർ, ഉരുളക്കാർ, ഏഷണിക്കാർ, ദൈവദേശികൾ, നിഷ്ഠൂരന്മാർ, ഗർവിഷ്ഠന്മാർ, ആത്മപ്രശംസക്കാർ, മുതുദോഷം സങ്കല്പിക്കുന്നവർ, മാതാപിതാക്കന്മാരെ അനുസരിക്കാത്തവർ, ബുദ്ധിഹീനർ, നിയമലംഘികൾ, വാത്സല്യമില്ലാത്തവർ, കനിവറ്റവർ. ഒരു മനുഷ്യന്റെ അകത്തിരിക്കുന്ന സകല കാര്യങ്ങളും പുറമെ പൊളിച്ചടുക്കുകയാണ് പൗലോസ്. നമുക്ക് പുറമെ ഒരു മനുഷ്യൻ നോക്കി ഒന്നും കാണാൻ പറ്റത്തില്ല. ഒരാളെ നോക്കിയാൽ നമുക്ക് അസൂയുണ്ടെന്ന് പറയാൻ പറ്റും. ഒരാളെ നോക്കിയാൽ വാത്സല്യമില്ലാത്തവനോ കനുപറ്റവനാണെന്നോ ദുഷ്ടനാണെന്നൊന്നും ഞാൻ പറഞ്ഞൊരു നോർമൽ മാൻ തിരിച്ചറിയാൻ പറ്റത്തില്ല. ഇതെല്ലാം അവന്റെ അകത്തുള്ള കാര്യങ്ങളാണ്. ഇവിടെ ദൈവം ന്യായം വിധിക്കുന്നത് അവന്റെ അകം നോക്കിയിട്ടാണെന്നാണ് പറയുന്നത് പൗലോസ്. അകത്തെ കാര്യങ്ങളിലാണ് ഫോക്കസ് ചെയ്യുന്നത്. അതാണ് ഇവിടെ വ്യക്തമായി തെളിയിക്കും. ഇത് വെച്ചിട്ട് ഇതെല്ലാം മറയിട്ടുകൊണ്ട് പുറമെ ഭക്തിയുടെ വേഷം ധരിച്ചു നിൽക്കുന്ന, മറ്റുള്ളവന്റെ കുറ്റം കണ്ടുപിടിക്കുന്ന, ജാതികളുടെ കുറ്റങ്ങൾ കണ്ടുപിടിക്കുന്ന, ഞാൻ സ്വയം നീതിമാനാണെന്ന് തോന്നുന്ന യഹൂദനോടുള്ള ഒരു ശക്തമായ താക്കീതാണിത്. പൗലോസ് പറയാണ്, നീ ഈ വക പ്രവർത്തിക്കുന്നവരെ കുറ്റം വിധിക്കുകയും നീ അത് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. നീ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിന്റെ അകത്തുണ്ട്, പക്ഷെ നീ മറ്റുള്ളവരുടെ കാര്യങ്ങളാണ് നീ പറയുവാനായിട്ട് താല്പര്യപ്പെടുന്നത് എന്ന് ഈ ഭാഗത്തിൽ കൂടെ പൗലോസ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. നീ ദൈവത്തിന്റെ വിധിയിൽ നിന്ന് തെറ്റി ഒഴിയുമെന്ന് നനയ്ക്കുന്നുണ്ടോ? ദൈവത്തിന്റെ വിധി എന്ന് പറയുന്നത് അന്ത്യന്യായവിധിയെ കുറിച്ചാണ് പറയുന്നത്. ക്രിസ്തുവിന്റെ 2 കൊരിന്ത്യർ 5:10 പറയുന്ന അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പിൽ നിൽക്കേണ്ടതാകും. അന്ത്യന്യായവിധിയെ കുറിച്ച് പറയുന്ന മനുഷ്യനുള്ള ദൈവത്തിന്റെ വിധി, അന്ത്യന്യായവിധി, അത് ഒരിക്കലും തെറ്റി ഒഴിയാൻ പറ്റത്തില്ല. അടുത്ത ഭാഗം പറയുന്നു, അല്ല, ദൈവത്തിന്റെ ദയ നിന്നെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നു എന്ന് നീ അറിയാതെ നീ അവന്റെ ദയ, ക്ഷമ, ദീർഘശാന്തി എന്നിവയുടെ ഐശ്വര്യം നിരസിക്കുന്നു. യഹൂദന്റെ ഒരു വിചാരം എന്ന് പറയുന്നത് ഇവനിതിന്റെ ഒന്നും ആവശ്യമില്ല, അനുദപിക്കേണ്ട ആവശ്യമില്ല എന്നൊരു ചിന്തയിലാണ് അവൻ. ഈ യഹൂദൻ അന്ന് ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ, അന്നും ഇന്നും ഒക്കെ അവർ അങ്ങനെ തന്നെയാണ്. സ്തോത്രം. അവർക്ക് ഒരു പാപമോചനം വേണമെന്നോ ഇതിൽ നിന്നൊരു മാനസാന്തരം വേണമെന്നോ ഒന്നും അവൻ ആഗ്രഹിക്കുന്നില്ല. ദൈവത്തിന്റെ ദയ എന്ന് പറയുന്നത് നമ്മളെ മാനസാന്തരത്തിലേക്ക് നടത്തുന്ന ഒന്നാണ്. അപ്പൊ ഇവർക്ക് ഒരിക്കലും അതിനെപ്പറ്റി ഒരു ചിന്തയില്ല. മാനസാന്തരപ്പെടണമെന്നുള്ള ഒരു ചിന്ത അവനില്ലായിരുന്നു എന്നാണ് പൗലോസ് പറയുന്നത്. അതിന്റെ ഐശ്വര്യത്തെ, ഇങ്ങനെയുള്ള ദൈവത്തിന്റെ ആ ധനത്തെ, ദയ, ക്ഷമ, ദീർഘക്ഷമ എന്നിവയുടെ ഐശ്വര്യത്തെ നിങ്ങൾ നിരസിക്കുന്നു. ഇതൊരു ദൈവത്തിന്റെ ധനമാണ്. ഇപ്പൊ നമുക്കറിയാം, ദാവീദ് ഒരു പാപം ചെയ്തു. നാഥാൻ പ്രവാചകൻ വന്ന് ദാവീദിനോട് പറയുന്നു. പക്ഷെ ദാവീദ് മാനസാന്തരപ്പെടും. ദാവീദിന് മനസ്സിലായി, ഇനി എത്ര ഉന്നതനായിരുന്നാലും ദൈവത്തോട് തെറ്റ് ചെയ്തു എന്നുള്ള വലിയ ബോധ്യം അവന്റെ ഹൃദയത്തിനകത്ത് വരുമ്പോൾ അവൻ തന്നെ രട്ടിലും വെണ്ണീറിലും വരുന്ന് ഉപവസിക്കുകയും അനുദപിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് ദൈവം ദാവീദിനെ നോക്കി പറയുന്നു, അവന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ. അപ്പൊ അനുദപിക്കുന്ന, റിപ്പന്റ് ചെയ്യുന്ന, മാനസാന്തരപ്പെടുന്ന മനുഷ്യനെയാണ് ദൈവത്തിന് താല്പര്യം. അത് ഈ കയീന്റെ ഹാബേലിന്റെയും ചരിത്രം നമ്മൾ പഠിച്ചാൽ, കയീന്റെ ഹൃദയത്തിൽ എപ്പോഴും ദുഷ്ടത ദുഷ്ടത, എൻ്റെ അകത്ത് അസൂയ, കാപട്യം, ഇതൊക്കെ നിറഞ്ഞിട്ടാണ് അവന് യാഗം അർപ്പിക്കാൻ വരുന്നത്. ആബേലിന്റെ ഹൃദയം ശുദ്ധിയുള്ളതായിരുന്നു. അവൻ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടി ഏറ്റവും ബെസ്റ്റായിട്ടുള്ളത് കൊടുത്തു. അതുകൊണ്ട് ആബേലിന്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചു. കയീൻ കൊടുത്ത വസ്തുവിലല്ല, അവന്റെ ഹൃദയത്തെയാണ് ദൈവം നോക്കുന്നത്. ഇന്ന് രാത്രിയിലും ദൈവം നമ്മുടെ ഹൃദയങ്ങളെയാണ് പരിശോധിക്കുന്നത്, ഹൃദയങ്ങളെയാണ് ശോധന ചെയ്യുന്നത്. നമ്മുടെ ഹൃദയങ്ങളെയാണ് കർത്താവ് സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയാൻ, ഞാൻ ഇരിക്കുന്നതും കിടക്കുന്നതും എഴുന്നേൽക്കുന്നതും ഒക്കെ നീ അറിയുന്നു, നീ ഞങ്ങളെ ശോധന ചെയ്തിരിക്കുന്നു. കർത്താവ് നമ്മളെപ്പോഴും
ടെസ്റ്റ് ചെയ്യുന്നു, നമ്മളെ പരിശോധിക്കുന്നു, നമ്മളെ സ്കാൻ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. കർത്താവിൻ്റെ സ്കാനിൽ നിന്ന് ആർക്കും രക്ഷപ്പെടാൻ പറ്റത്തില്ല, ഒരു മനുഷ്യനും. എനിക്ക് എൻ്റെതായ എല്ലാ കാര്യങ്ങളും മറ്റുള്ളവരിൽ നിന്ന് മറയ്ക്കുവാനായിട്ട് പറ്റും. മറ്റുള്ളവർ നോക്കുമ്പോൾ എന്നെപ്പോലൊരു വിശുദ്ധനെ നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയത്തില്ല. പക്ഷേ എൻ്റെ അകത്തിരിക്കുന്ന ഇങ്ങനെയുള്ളതായ കാര്യങ്ങളെ നമുക്ക് എങ്ങനെയും ഒരു ഭക്തിയുടെ വേഷം ധരിച്ച് മറയ്ക്കുവാനായിട്ട് കഴിയും എന്ന് പൗലോസ് ഇവിടെ തെളിയിക്കുകയാണ്. ഇവിടെ എന്നിട്ട് പറയുകയാണ്, നിന്റെ കാഠിന്യം, നിന്റെ അനുതാപമില്ലാത്ത ഹൃദയം, നീ ദൈവത്തിന്റെ നീതിയുള്ള വിധി വെളിപ്പെടുന്ന കോപ ദിവസത്തേക്ക് നിനക്ക് തന്നെ കോപം ചരതിച്ചു വെക്കുന്നു. എബ്രായലേഖനം വായിക്കുമ്പോൾ അവിടെ 13:29 പറയുന്നു, അവൻ ദഹിപ്പിക്കുന്ന അഗ്നിയാണ്, ജീവനുള്ള ദൈവത്തിന്റെ കയ്യിൽ വീഴുന്നത് എത്രയോ ഭയങ്കരം എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഇവിടെ മനുഷ്യൻ ഒരു രക്ഷയില്ലെന്നാണ് ഇവിടെ പൗലോസ് വാദിച്ചുകൊണ്ടേയിരിക്കുന്നത്. ദൈവത്തിന്റെ കോർട്ടിൽ കയറി ഇരുന്നുകൊണ്ട് ഒരു അഡ്വക്കേറ്റായിട്ടൊരു വാദം നടത്തുകയാണ് മനുഷ്യന് നേരെ. ഇതിന്റെ കാഠിന്യം, അനുതാപമില്ലാത്ത ഹൃദയം, ഇത് അനുതാപമുള്ള ഒരു ഹൃദയമാണ് പ്രിയമുള്ളവരെ നമുക്ക് വേണ്ടത്. നമ്മൾ നീതീകരിക്കപ്പെട്ടവരാണ്, നമ്മൾ ഈ വിശ്വാസത്തിൽ വന്നവരാണ്. പക്ഷെ ഇവിടെ നമ്മൾ അതിനു മുമ്പ് ഒരു മനുഷ്യന്റെ അവസ്ഥ എപ്രകാരമായിരുന്നു. നമുക്കിതൊക്കെ പഠിക്കുമ്പോൾ കർത്താവിനോടുള്ള സ്നേഹം നമുക്ക് വർദ്ധിച്ചു വരുവാനായിട്ട് ഇടയായിത്തീരുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി ദൈവത്തിന്റെ നീതിയുള്ള ഒരു വിധി വെളിപ്പെടുന്ന ഒരു ദിവസമുണ്ട്. നമുക്കൊരു ഭാഗം 2 തെസ്സലോനിക്കർ അതിനു മുമ്പായിട്ട് 2 പത്രോസ് 3:9 എന്ന് വായിച്ചാട്ടെ. 2 പത്രോസ് 3:9 പത്രോസ് പറയുന്നു, ചിലർ വിചാരിക്കുന്ന പോലെ കർത്താവിന്റെ വരവ് വായിച്ചാട്ടെ. ചിലർ താമസം എന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും ദൈവം ആഗ്രഹിക്കുന്ന ഈ ലോകത്ത് ഒരു മനുഷ്യൻ നശിച്ചു പോകരുതെന്നുള്ളതാണ്. എല്ലാവരും മാനസാന്തരപ്പെടണം. നിങ്ങളോട് ദീർഘക്ഷമതേ ഉള്ളൂ. കർത്താവിന്റെ ദീർഘക്ഷമയാണ്, അവൻ ദീർഘക്ഷമ. അത് പുറപ്പാട് 34 വായിക്കണ്ട. 34:6 കർത്താവിന്റെ നേച്ചർ അവിടെ പറയുന്നുണ്ട്. അവൻ മഹാദയും ദീർഘക്ഷമയും കരുണയുമുള്ള ദൈവമാണ്, മനസ്സലുള്ള ദൈവമാണ്. അവൻ അന്നും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ. സ്വഭാവത്തിന് മാറ്റമില്ല. ദീർഘക്ഷമയുള്ള, ദയയുള്ള, കരുണയുള്ള ദൈവം. പത്രോസ് പറയാണ്, ഇനി അനേകർ മാനസാന്തരപ്പെടാനുണ്ട്, അനേകർ വിശ്വാസത്തിലേക്ക് വരാനുണ്ട്. അതുകൊണ്ടാണ് കർത്താവിന്റെ വരവ് താമസിക്കുന്നത്. അങ്ങനെയാണ് പത്രോസ് അവിടെ പറയുന്നത്. അതുകൊണ്ട് കർത്താവ് വരുന്നില്ല വെച്ചാൽ അനേകർ യേശുവിനെ അറിയാനുണ്ട്, യേശുവിനെ അറിയണം. അതിനുവേണ്ടി കർത്താവ് വെയിറ്റ് ചെയ്യുന്നു എന്നാണ് ആ ഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ഞാൻ ആ ഭാഗത്തിലേക്ക് കടക്കുന്നില്ല, സമയത്തിന് ചുരുക്കം പോലെ വേഗത്തിൽ കടന്നു പോകട്ടെ. ഇവിടെ കർത്താവ് ഇനി വരുന്നത് പ്രതികാരദാഹിയായിട്ടാണ്, പ്രതികാരം ചെയ്യുവാനാണ് വരുന്നത്. 2 തെസ്സലോനിക്കർ 1:6-9 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. കർത്താവിന്റെ നീതിയുള്ള ഒരു വിധി അവിടെ വെളിപ്പെടാൻ പോകുന്നു. 2 തെസ്സലോനിക്കർ 1:6-9 വാക്യങ്ങൾ ഇപ്പോൾ ഇവിടെ വായിക്കപ്പെടും. കർത്താവായ യേശു തന്റെ ശക്തിയുള്ള ദൂതന്മാരുമായി സ്വർഗത്തിൽ നിന്ന് അഗ്നിജ്വാലയിൽ പ്രത്യക്ഷനായി ദൈവത്തെ അറിയാത്തവർക്കും. നമ്മുടെ കർത്താവായ യേശുവിന്റെ സുവിശേഷം. അപ്പൊ ഒന്ന് ദൈവത്തെ അറിയാത്തവർ, നമ്മൾ റോമാലേഖനം 1-ാം അധ്യായം നമ്മൾ പഠിച്ചു. അവരുടെ നിത്യശക്തിയും ദിവ്യത്വവുമായി അവന്റെ അദൃശ്യ ലക്ഷണങ്ങൾ ലോക സൃഷ്ടി മുതൽ അവന്റെ പ്രവൃത്തികളാൽ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടു വരുന്നു. അവർക്ക് പ്രതിവാദമില്ലാതിരിക്കേണ്ട 1:20. അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവർ ദൈവമെന്നോർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്നു. അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. അവർ ജ്ഞാനികളെന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢരായിപ്പോയി. അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യമാക്കി മാറ്റിക്കളഞ്ഞു. അങ്ങനെ ദൈവത്തെ അറിയാനുള്ള എല്ലാ ബുദ്ധിയും ദൈവം മനുഷ്യന് കൊടുത്തിട്ടും ദൈവത്തെ നെഗ്ലക്റ്റ് ചെയ്തു പോയി. അതാണ് അവിടെ പൗലോസ് എടുത്തു പറയുന്നത്. ദൈവത്തെ അറിയാത്തവർക്കും, ദൈവത്തെ അറിഞ്ഞിട്ട് അവനെ മഹത്വീകരിക്കാത്തവർക്കും, ദൈവത്തോട് നന്ദി കാണിക്കാതെ ദൈവത്തെ താൽക്കാലികമായി നശിച്ചു പോകുന്ന രൂപങ്ങൾ ഉണ്ടാക്കി ദൈവമായി ആരാധിച്ച മനുഷ്യനെ
അവിടെ ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്, നമ്മുടെ കർത്താവായ യേശുവിന്റെ സുവിശേഷം കേട്ടിട്ടും അത് അനുസരിക്കാതിരിക്കുന്ന, യേശു ക്രിസ്തുവിൽ കൂടെ മാത്രമേ രക്ഷയുള്ളൂ, പിതാവിന്റെ അടുക്കൽ എത്തുവാൻ കഴിയുള്ളൂ എന്നുള്ള ആ മഹത്വകരമായ സുവിശേഷം അനുസരിക്കാത്തവർക്ക്, അപ്പൊ രണ്ടാമത്തെ കൂട്ടരുമായി പ്രതികാരം കൊടുക്കുമ്പോൾ നിങ്ങളെ ബെസോലിക്കക്കാരെ ആ കാലഘട്ടത്തിൽ ഒരു പീഡയിൽ കൂടെ കടന്നു പോയപ്പോൾ അവർ ആശ്വസിപ്പിക്കാൻ എഴുതിയ ലേഖനമാണത്. പീഡയിൽ നിങ്ങൾക്ക് പീഡനം അനുഭവിക്കാൻ നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് ദൈവം പ്രതികാരം ചെയ്യും, അവരെ ദൈവം പീഡിപ്പിക്കും. പീഡ അനുഭവിക്കുന്ന നിങ്ങൾക്ക് ഞങ്ങളോടുകൂടെ ആശ്വാസവും പകരം നൽകുന്നത് ദൈവത്തിന് നീതിയല്ലോ. അടുത്ത ഒരു വാക്യം, ആ നാളിൽ അവൻ തന്റെ വിശുദ്ധന്മാരിൽ മഹത്വപ്പെടേണ്ടതിന് നിങ്ങൾ വിശ്വസിച്ച പോലെ വിശ്വസിച്ച എല്ലാവരിലും താൻ അതിശയ വിഷയമാകേണ്ടതിനും വരുമ്പോൾ സുവിശേഷം അനുസരിക്കാത്തവർ കർത്താവിന്റെ സന്നിധാനവും അവന്റെ അവന്റെ വല്ലഭത്വത്തോടുകൂടിയ മഹത്വവും വിട്ടകന്ന് നിത്യനാശം എന്ന ശിക്ഷാവിധിയിലേക്ക് അനുഭവിക്കും. ഇതാണ് അന്ത്യന്യായ വിധിയെ കുറിച്ച് അവിടെ പറയുന്നു. അതാണ് ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തിക്ക് തക്ക പ്രതിഫലം ലഭിക്കും. യഹൂദന് ഇത്രയും ന്യായപ്രമാണം കൊടുത്തിട്ടും അവൻ അനുസരിച്ചില്ല എന്നതുകൊണ്ട് അവന്റെ ശിക്ഷയുടെ കാഠിന്യം വലുതായിരിക്കുമെന്നാണ് ഇവിടെ പറയുന്നത്. അതുകൊട്ടെ ഞാൻ ആ ഭാഗത്തിലേക്ക് അത് അവന് ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തിക്ക് തക്ക പകരം ചെയ്യും. 6-ാമത്തെ വാക്യം, നല്ല പ്രവൃത്തിക്ക് വേണ്ട സ്ഥിരത പൂണ്ട് തേജസ്സും മാനവും അക്ഷതയും അന്വേഷിക്കുന്നവർക്ക് നിത്യജീവനും, സാഠ്യം പൂണ്ട് സത്യം അനുസരിക്കാതെ അനീതി അനുസരിക്കുന്നവർക്ക് കോപവും ക്രോധവും കൊടുക്കും. ഇവിടെ പ്രവൃത്തിയുടെ രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ദൈവത്തെ അനുസരിക്കുന്നവർക്കുള്ള കാര്യങ്ങൾ, അനുസരിക്കാത്തവർക്ക്. രണ്ട് കാര്യങ്ങളാണ് ഇവിടെ പൗലോസ് ഓർമ്മിപ്പിക്കുന്നത്. നല്ല പ്രവൃത്തികൾ തുടർച്ചയെ സ്ഥിരതയോടെ ചെയ്യുവാനാണ് പറയുന്നത്. ഇവിടെ നല്ല പ്രവൃത്തി എന്ന് പറയുമ്പോൾ ഇതിനകത്ത് തന്നെ ഒത്തിരി കാര്യങ്ങൾ പിന്നെയും വരുന്നുണ്ടെങ്കിലും 1-2 കാര്യങ്ങൾ പറഞ്ഞു പോകുന്നു. ഈ സൽപ്രവൃത്തികളൊക്കെ എല്ലാ മനുഷ്യനും ചെയ്യുന്നുണ്ട്. നമ്മളും ചെയ്യുന്നുണ്ട്, അവരും ചെയ്യുന്നുണ്ട്. യേശുവിനെ വിശ്വസിക്കാത്തവർ, അനുസരിക്കാത്തവർ, സുവിശേഷം കേൾക്കാത്തവരൊക്കെ നല്ല പ്രവൃത്തികൾ പോലെ നമുക്ക് കാണുക ചെയ്യുന്നുണ്ട്. ഇവിടെ സെലിബ്രിറ്റികൾ, വലിയ സിനിമാ നടന്മാര് വീട് വെച്ച് കൊടുക്കുന്നുണ്ട്, വസ്തു മേടിച്ചു കൊടുക്കുന്നുണ്ട്, ക്യാൻസർ അങ്ങനെ ചാരിറ്റി ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊന്നും അവർ യേശു വിശ്വസിച്ചിട്ട് ചെയ്യുന്നതല്ല. അപ്പോൾ അതിനകത്തുള്ള ഒരു വലിയ അപകടം എന്ന് പറയുന്നത്, അവർ മനുഷ്യന്റെ പ്രീതി സമ്പാദിക്കാൻ വേണ്ടി ചെയ്യുന്ന, അവന്റെ സ്വാർത്ഥതയിൽ നിന്ന് ചെയ്യുന്ന സ്വാർത്ഥത എന്ന് പറയും. അവനൊരിക്കലും യേശു ക്രിസ്തുവിന്റെ വിശ്വാസം ചെയ്യുന്നതല്ല. അപ്പോൾ അത് വിധിക്കപ്പെടുന്ന ഒരു കാര്യമാണ്. അവന്റെ സ്വാർത്ഥത മറ്റുള്ള പബ്ലിസിറ്റിക്ക് വേണ്ടി ചെയ്യുന്നു. അവനെ സ്ഥാനമാനങ്ങൾ കിട്ടാൻ വേണ്ടി ചെയ്യുന്നു. ഈ ഗവൺമെന്റിന്റെ ടാക്സ് വെട്ടിക്കാൻ വേണ്ടി ചെയ്യുന്നു. പലപ്പോഴും അവന്റെ സ്വാർത്ഥതയാണ്. ഇതൊരിക്കലും ഒരു സൽപ്രവൃത്തിയായിട്ട് ദൈവം അംഗീകരിക്കുന്നില്ല. എന്നാൽ നമ്മൾ ഒരു വിശ്വാസി ചെയ്യുന്നത് ഒരിക്കലും സ്വാർത്ഥതയില്ലാത്ത, അവരിൽ നിന്ന് വ്യത്യസ്തമായിരിക്കണം. ഒരു അവിശ്വാസി ചെയ്യുന്നതും അവിശ്വാസിയുടെ മെന്റാലിറ്റി ഒരു വിശ്വാസിക്ക് വരാൻ പാടില്ല. അതുകൊണ്ട് കർത്താവ് ഈ ഗിരിപ്രഭാഷണം 5, 6, 7 ഒക്കെ പഠിക്കുമ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട്, നീ വലം കൈ കൊടുക്കുന്ന ഇടം കൈ അറിയരുത്, രഹസ്യത്തിൽ കാണുന്ന പിതാവ് നിനക്ക് പ്രതിഫലം തരും. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി ഒരിക്കലും മറ്റുള്ളവർ കാണുന്നതായിരിക്കരുത്. മറ്റുള്ളവരെ പ്രസാദിപ്പിക്കുവാനോ പേരെടുക്കുവാനോ എൻ്റെ പേര് ഉയർന്നു നിൽക്കാനോ ഉള്ള ഒരു തരത്തിലും ഒരു പ്രവൃത്തിയും ചെയ്യത്തില്ല. അത് സൽപ്രവൃത്തിയായിട്ട് ദൈവം അംഗീകരിക്കുന്നില്ല. ഒരു വിശ്വാസി ചെയ്യുന്നത് അവന്റെ വിശ്വാസത്തിൽ കർത്താവ് എൻ്റെ അകത്ത് വന്ന് യേശു ചെയ്യുന്നത് പോലെ ചെയ്യുവാനാണ്. അതാണ് ദൈവം അംഗീകരിക്കുന്ന സൽപ്രവൃത്തി. അതാണ് ദൈവത്തിന്റെ നീതി നമ്മുടെ മേൽ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ട പ്രവൃത്തി. അപ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി നമ്മൾ ബൂസ്റ്റ് ചെയ്യാറില്ല, നമ്മൾ ആരോടും പറയാറില്ല, മറ്റുള്ളവരുടെ മുമ്പിൽ പേരെടുക്കാറില്ല, സ്വാർത്ഥ താല്പര്യങ്ങൾ കാണിക്കാറില്ല, പബ്ലിസിറ്റി ഇല്ല. അതിൻ്റെ പേരിൽ നമുക്കൊന്നുമില്ല. അവിടെ നമ്മളെ രഹസ്യത്തിൽ കാണുന്ന പിതാവാണ് നമുക്ക് തക്ക സമയത്ത് അതിൻ്റെ ആ പ്രവൃത്തിക്ക് തക്ക പ്രതിഫലം തരുന്നത് എന്ന് നമ്മളിവിടെ ഈ ഭാഗം ഞാൻ ജസ്റ്റ് ഒന്ന് ഓർപ്പിക്കും. സമയക്കുറം പിന്നെയും കടന്നു പോകുന്നു. നന്മയും തിന്മയും തമ്മിലുള്ള ഒരു വലിയ പോരാട്ടം. ഇവിടെ തിന്മയെന്ന് പറഞ്ഞാൽ ദൈവത്തെ അനുസരിക്കാതെ അനീതിയിൽ കൂടെ ജീവിക്കുന്ന, നേരത്തെ പറഞ്ഞ അത്രയും കാര്യങ്ങൾ
ഒരു മനുഷ്യൻ ചെയ്യുകയും അങ്ങനെ ചെയ്യുന്നവന് യഹൂദനായാലും യവനായാലും ആദ്യ യഹൂദനും പിന്നെ യവനും വരുമെന്നാണ് പറയുന്നത്, കഷ്ടങ്ങൾ. എന്നാൽ ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് നിത്യജീവനും, അതായത് സ്ഥിരമായ നശിച്ചു പോകാത്ത സ്വർഗീയമായ കാര്യങ്ങളാണ് ഇവിടെ അന്വേഷിക്കേണ്ടതെന്ന് പൗലോസ് റോമിലെ സഭയ്ക്ക് ബുദ്ധി ഉപദേശിക്കുകയാണ്. തേജസ്സും മാനവും അക്ഷയതയും അന്വേഷിക്കുന്നവർ ഒരിക്കലും നശിക്കാത്ത, ഇവിടെ കിട്ടുന്നതെല്ലാം നശിച്ചു പോകുന്നു. ഇവിടെ കിട്ടുന്ന സ്ഥാനമാനങ്ങള്, ഇവിടെ കിട്ടുന്ന മൊമെന്റോകള്, ഇവിടെ കിട്ടുന്ന എല്ലാം നശിച്ചു പോകും. പക്ഷേ സ്ഥിരമായി ഒരിക്കലും നശിക്കാത്ത തേജസ്, ആ മാനം, ആ അക്ഷയത, അതിനെ ഫോക്കസ് ചെയ്ത് പോകുന്നവർക്ക്, ആമേൻ, അതിനെ പെർസ്യൂ ചെയ്ത് പോകുന്നവർക്ക് നിത്യജീവൻ ലഭിക്കുമെന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. നന്മ പ്രവർത്തിക്കുന്ന ഏവനും മഹത്വവും മാനവും സമാധാനവും ആദ്യ യഹൂദനും പിന്നെ ഏവനും ലഭിക്കും. ദൈവത്തിന്റെ പക്കൽ മുഖപക്ഷമില്ലല്ലോ എന്ന് പൗലോസ് ഇവിടെ പറഞ്ഞു നിർത്തിയാണ്. ഞാൻ ആ ഭാഗങ്ങൾ നമുക്ക് അത് അത്ര വിശദീകരിക്കേണ്ട കാര്യമില്ല, അത് ഏകദേശം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. എന്നാൽ 12 മുതൽ 16 15 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് ഒരു സംശയത്തിന്റെ കാര്യം, പണ്ട് എനിക്കുണ്ടായിരുന്ന ഒരു സംശയമാണ്. ഞാൻ എന്നാൽ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ ഭാഗം പഠിച്ചപ്പോൾ എൻ്റെ സംശയം ക്ലിയർ ചെയ്ത്. നമുക്കറിയാം പല യുഗങ്ങളുണ്ട്. ആദാമി യുഗം, അതിനുശേഷം നോഹയുടെ യുഗം, പിന്നെ അബ്രഹാമിന്റെ യുഗം, മോശയുടെ യുഗം, ന്യായപ്രമാണ യുഗം, അതിനുശേഷം കർത്താവായ യേശു ക്രിസ്തു വരെയുള്ള ന്യായപ്രമാണത്തിന് ശേഷമുള്ള കൃപായുഗം. അപ്പം നമ്മൾ വിചാരിക്കും കർത്താവായ യേശു ക്രിസ്തുവിന് മുമ്പുള്ള, അല്ലെങ്കിൽ യേശു ക്രിസ്തു വരെയുള്ള യുഗമാണ്, മോശ മുതൽ യേശു ക്രിസ്തു വരെയുള്ള ന്യായപ്രമാണ യുഗം, പിന്നീട് അതിനുശേഷം കൃപായുഗം. എന്നാൽ ഇതിന് മുമ്പുള്ള യുഗം, ആ യുഗത്തവർക്ക് ന്യായപ്രമാണം കൊടുത്തിട്ടില്ല. അപ്പോൾ അവരെ എങ്ങനെയാണ് ദൈവം വിധിക്കുന്നത്? അവർ സുവിശേഷം കേട്ടിട്ടില്ലല്ലോ. അതിനെപ്പറ്റിയാണ് ഇവിടെ പൗലോസ് പറയുന്നത്. എങ്ങനെയാണ് അവർക്ക് ജഡ്ജ്മെന്റ് ഉണ്ടാകുന്നത്? ന്യായപ്രമാണ യുഗത്തിന് മുമ്പ് ജീവിച്ചിരുന്ന ആൾക്കാർ എങ്ങനെയാണ് ജഡ്ജ്മെന്റ് വരുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. ഇവിടെ 12-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഒന്ന് വായിക്കുന്നത്, ന്യായപ്രമാണം ഇല്ലാതെ പാപം ചെയ്തവരൊക്കെയും ന്യായപ്രമാണം കൂടാതെ നശിച്ചു പോകും, ന്യായപ്രമാണം ഉണ്ടായിട്ട് പാപം ചെയ്തവരൊക്കെയും ന്യായപ്രമാണത്താൽ വിധിക്കപ്പെടും. എങ്ങനായാലും മനുഷ്യന്റെ കാര്യം പോക്കാണ്. ന്യായപ്രമാണം ഉണ്ടായിട്ടായാലും ന്യായപ്രമാണം ഇല്ലാതിരുന്നാലും കാര്യം രണ്ടും അവന്റെ കാര്യം പോക്കാണെന്നാണ് പൗലോസ് പറയുന്നത്. അതെങ്ങനെയാണ്? ന്യായപ്രമാണം കേൾക്കുന്നവരല്ല നീതിമാന്മാർ, ന്യായപ്രമാണം ആചരിക്കുന്നവരത്ര നീതീകരിക്കപ്പെടുന്നത്. യഹൂദനെ സംബന്ധിച്ചോളം ന്യായപ്രമാണം എല്ലാം അറിയാം, പക്ഷേ അവന്റെ പ്രവൃത്തിയിലൊന്നും ന്യായപ്രമാണമില്ല. ന്യായപ്രമാണത്തിലുള്ള ഒരു കാര്യങ്ങളും അവന്റെ ജീവിതത്തിലില്ലെന്നാണ് പൗലോസ് പറയുന്നത്. അതുകൊണ്ട് നീ കേട്ട് തലേ വെച്ചുകൊണ്ടിരുന്ന കാര്യമില്ല, ഒരു കാലത്തും നീതീകരിക്കപ്പെടുകയില്ല എന്ന് പൗലോസ് പറയുകയാണ്. ഇനി ന്യായപ്രമാണം ഇല്ലാത്ത ജാതികൾ, അവരെങ്ങനെയാണ് ദൈവം വിധിക്കുന്നത്? അവർ സുവിശേഷം കേട്ടിട്ടില്ലല്ലോ. നമുക്ക് സ്വാഭാവികമായിട്ടും യേശു ക്രിസ്തു അവരുടെ സുവിശേഷം കേട്ടില്ല. അവർ ഇവിടെ നമുക്കിപ്പോൾ വെച്ചിരിക്കുന്നത് യേശു ക്രിസ്തുവിൽ കൂടെയാണ് ദൈവത്തിങ്കിലേക്കുള്ള വഴി. എന്നാൽ അന്ന് എങ്ങനെയാണ്? അന്ന് യേശു ക്രിസ്തു അവർക്ക് വെളിപ്പെട്ടിട്ടില്ലല്ലോ. അതിനെപ്പറ്റി പൗലോസ് ഇവിടെ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ന്യായപ്രമാണം ഇല്ലാത്ത ജാതികൾ ന്യായപ്രമാണത്തിലുള്ളത് സ്വഭാവത്താൽ ചെയ്യുമ്പോൾ ന്യായപ്രമാണമില്ലാത്തവർ തങ്ങൾക്ക് തന്നെ ഒരു ന്യായപ്രമാണമാകും. അപ്പൊ ന്യായപ്രമാണത്തിലെ ഉള്ള കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ, അവരുടെ സ്വഭാവത്തിൽ അത് വെളിപ്പെടുമ്പോൾ അത് അവരുടെ ഹൃദയത്തിൽ തന്നെ, അല്ലെങ്കിൽ ചെയ്യുമ്പോൾ ന്യായപ്രമാണം ഇല്ലാത്ത അവർ തങ്ങൾക്ക് തന്നെ അവരൊരു ന്യായപ്രമാണമായി മാറുകയാണ്. അതിന് ഒന്നുകൂടെ പറഞ്ഞാൽ, അവരുടെ മനസ്സാക്ഷി കൂടെ സാക്ഷ്യം പറഞ്ഞും അവരുടെ വിചാരങ്ങൾ തമ്മിൽ കുറ്റം ചുമത്തുകയോ പ്രതിവാദിക്കുകയോ ചെയ്തുകൊണ്ടും അവർ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി തങ്ങളുടെ ഹൃദയങ്ങൾ എഴുതിയിരിക്കുന്നതായി കാണിക്കുന്നു. ഇപ്പൊ ന്യായപ്രമാണം, ഞാൻ ഉദാഹരണം പറയാം, നമുക്ക് ഒന്നുകൂടെ മനസ്സിലാക്കാൻ എളുപ്പം ഇതാണ്. ന്യായപ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്നു കൊല ചെയ്യരുത്, മോഷ്ടിക്കരുത്, വ്യഭിചരിക്കരുത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്നാൽ ന്യായപ്രമാണം ഇല്ലാത്ത ഒരു ജാതി, അവന്റെ മനസാക്ഷിയിൽ ഈ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഒരു കൊലപാതകം ചെയ്യുമ്പോൾ അവന്റെ മനസാക്ഷി പറയും നീ കൊല ചെയ്യരുത്. മോഷ്ടിക്കാൻ പോകുമ്പോൾ അവന്റെ മനസാക്ഷി പറയും നീ മോഷ്ടിക്കരുത്. അപ്പോൾ അവൻ മനസാക്ഷിക്ക് വിരോധമായി അവൻ പാപം ചെയ്യുന്നത് കൊണ്ട് അവന്റെ ബുദ്ധിക്ക് തെളിവാണ് ഇത് പാപമാണ് എന്നുള്ളത്. അതാണ് നേരത്തെ ഞാൻ വായിച്ച് കേൾപ്പിച്ചത്. അവന്റെ ബുദ്ധിയിൽ അവന്റെ നിത്യശക്തിയും അദൃശ്യശക്തി ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ കണ്ടിട്ടും അവർ ദൈവമെന്ന് ഓർത്തവനെ മഹത്വീകരിച്ചില്ല. അവർ ദൈവത്തെ അറിയേണ്ട വിധത്തിൽ അവർ അറിഞ്ഞില്ല. കാരണം അവിടെ ഒന്നും ഒരു കോംപ്രമൈസ് അല്ലെങ്കിൽ ഒരു എക്സ്ക്യൂസും ഇല്ല. നമുക്കൊന്നും
ഒരു എക്സ്ക്യൂസില്ല. ഒരു മനുഷ്യനും ദൈവത്തിന്റെ നീതിയുള്ള വിധിയിൽ നിന്ന് തെറ്റി ഒഴികയില്ല എന്നാണ് പൗലോസ് ഇവിടെ ശക്തമായി പ്രൂഫ് ചെയ്യുകയാണ്. ന്യായപ്രമാണമില്ലാതെ ന്യായപ്രമാണത്തിന് മുമ്പ് ജീവിച്ചിരുന്ന ആ യുഗത്തിൽ ജീവിച്ചിരുന്ന മനുഷ്യനെ അവന്റെ മനസ്സാക്ഷി കോടതി വെച്ചായിരിക്കും ദൈവം ന്യായം വിധിക്കുന്നത്. അവന്റെ മനസ്സാക്ഷി പറഞ്ഞു, നീ മോഷ്ടിക്കരുത്, നീ ചെയ്യരുത്, നീ വിഗ്രഹത്തെ ആരാധിക്കരുത്, ഇത് പാപമാണെന്ന് അവന്റെ ഉള്ളിൽ പറഞ്ഞുകൊണ്ടേയിരുന്നു. അങ്ങനെ ന്യായപ്രമാണം അവന്റെ ഉള്ളിൽ തന്നെ എഴുതിയിരുന്നു. യഹൂദന് പുറമേ ന്യായപ്രമാണം കൊടുത്തെങ്കിൽ ന്യായപ്രമാണമില്ലാത്ത ജാതികൾക്ക് അവന്റെ ഉള്ളിൽ തന്നെ ന്യായപ്രമാണത്തിന്റെ ഒരു സ്വഭാവം വെളിപ്പെട്ടിരുന്നു. അവന്റെ മനസ്സാക്ഷി അതിനെ എപ്പോഴും വെളിപ്പെടുത്തി കൊടുത്തുകൊണ്ടേയിരുന്നു. അതാണ് ഇവിടെ പൗലോസ് പറയുന്നത്. പൗലോസ് പറയുന്നതിന്റെ കാര്യം, ന്യായപ്രമാണം ഇല്ലാത്തവനും ന്യായപ്രമാണം ഉള്ളവനും എല്ലാം ഒരുപോലെ പാപികളാണെന്നാണ് പൗലോസ് ഇവിടെ തെളിയിക്കുന്നത്. അവരുടെ മനസ്സാക്ഷി കൂടെ സാക്ഷ്യം പറഞ്ഞു അവരുടെ വിചാരങ്ങൾ തമ്മിൽ കുറ്റം ചുമത്തുകയോ പ്രതിവാദിക്കുകയോ ചെയ്തുകൊണ്ട് അവരുടെ മനസ്സാക്ഷി പറയുന്നവർ അവരെ കുറ്റം ചുമത്തി അവർക്കെതിരായിട്ട് പ്രതിവാദിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ന്യായ പ്രമാണത്തിന്റെ പ്രവൃത്തി അവരുടെ ഹൃദയത്തിൽ അത് എഴുതിയിരിക്കുന്നതായി കാണിക്കുന്നു. ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് ഞാൻ വിശ്വസിക്കുന്നു. സ്തോത്രം. നമുക്കുണ്ടായിരുന്ന ഒരു വലിയ സംശയമാണ്, ഈ സുവിശേഷം കേട്ടിട്ടില്ലാത്തവർക്കും ഇതെല്ലാം ബാധകമാണ്. പക്ഷെ സുവിശേഷം കേൾപ്പിക്കുന്നതെന്ന് വെച്ചാൽ ഈസി ആയിട്ട് രക്ഷപ്പെടാനുള്ള ഒരു വഴിയാണ് യേശു ക്രിസ്തു. എല്ലാ മനുഷ്യനും രക്ഷപ്പെടാനുള്ള ഒറ്റ വഴി യേശു ക്രിസ്തുവേ ഉള്ളൂ. ഇനി വേറെ എന്തെല്ലാം നമ്മൾ ചെയ്യുമെന്ന് പറഞ്ഞാൽ രക്ഷപ്പെടാൻ വേറെ ഒരു വഴിയില്ല. അത് കർത്താവ് യേശു ക്രിസ്തു തന്നെ ഉള്ളൂ എന്ന് ഇവിടെ പൗലോസ് തെളിയിക്കുക. അപ്പോൾ ന്യായപ്രമാണത്തിന് മുമ്പ് ജീവിച്ചിരുന്നവരും ന്യായപ്രമാണത്തെ യുഗത്തിൽ ജീവിച്ചു വരുന്നവരും ഒന്നും തന്നെ ഒരു മനുഷ്യനും രക്ഷപ്പെടുവാനുള്ള സാധ്യതയില്ല. അതിന്റെ 16-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ദൈവം യേശുക്രിസ്തു മുഖാന്തരം മനുഷ്യരുടെ രഹസ്യങ്ങളെ എൻ്റെ സുവിശേഷ പ്രകാരം ന്യായം വിധിക്കുന്ന നാളിൽ തന്നെ. അപ്പോൾ മനുഷ്യരുടെ രഹസ്യങ്ങളെ, മനുഷ്യന്റെ ഹൃദയത്തിലുള്ള വികാരങ്ങളെ, അതൊക്കെയും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷ പ്രകാരം ന്യായം വിധിക്കുന്ന ആ നാൾ, അന്ത്യന്യായവിധി ഉണ്ടാകുമെന്നാണ് പൗലോസ് ഇവിടെ പറഞ്ഞ് സ്ഥാപിക്കുന്നത്. ഈ ഭാഗം മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്തോത്രം. നമുക്ക് അടുത്ത ഭാഗം അതിൻ്റെ 17 മുതൽ 29 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത്, ഞാൻ ഇത് ഒന്ന് വേഗത്തിൽ നമുക്ക് വായിച്ച് പെട്ടെന്ന് അവസാനിപ്പിക്കുവാൻ കർത്താവ് സ്ഥലം പ്രാപിക്കുന്നു. യഹൂദനും ന്യായപ്രമാണവും ഈ ഭാഗത്ത് നമ്മൾ ചിന്തിക്കുന്നത്. യഹൂദന്റെ കാര്യങ്ങളൊക്കെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞു. അവർക്ക് ന്യായപ്രമാണം ഉണ്ടായിരുന്നു. അവരൊത്തിരി അഹങ്കരിച്ചിരുന്നു. അവർ ദൈവത്തിന്റെ സ്വന്തം ജനമാണെന്ന് ഒത്തിരി അഭിമാനം കൊണ്ടിരുന്നു. അവർക്ക് പാപബോധം വേണ്ടായിരുന്നു അവർ ചിന്തിച്ചിരുന്നു. അവർക്ക് അനുതാപം വേണ്ടായിരുന്നു ചിന്തിച്ചിരുന്നു. അവർക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഞങ്ങളെല്ലാം തികഞ്ഞവരാണ്, അവർക്ക് അനുദവിക്കേണ്ട ആവശ്യമില്ല, അവർക്ക് മാനസാന്തരപ്പെടേണ്ട ആവശ്യമില്ല എന്നൊക്കെയും അവർ ചിന്തിച്ചിരുന്നു. അപ്പം അവിടെ യഹൂദന്റെ കപടഭക്തിയെക്കുറിച്ച് ഇവിടെ പൗലോസ് പറയുകയാണ്. ഈ ഭാഗം വായിക്കുമ്പോൾ മത്തായിയുടെ 23-ാം അധ്യായം നമ്മൾ അതിനകത്ത് ഈ കപടഭക്തിക്കാരെ കുറിച്ച്, പരീശനെയും ശാസ്ത്രിയെയും കുറിച്ച് 6 പ്രാവശ്യം അയ്യോ കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ അയ്യോ നിങ്ങൾക്ക് കഷ്ടമെന്ന് അവിടെ വിശദീകരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ 23-ാം അധ്യായം നിങ്ങൾ പിന്നീട് അത് വായിച്ചു കഴിഞ്ഞാൽ ഈ ഭാഗങ്ങൾ കുറച്ചുകൂടെ നമുക്ക് തെളിവായി മനസ്സിലാകും. നീ യഹൂദൻ എന്ന പേര് കൊണ്ട് ന്യായപ്രമാണത്തിലാണ് ടോട്ടലി ഡിപ്പെൻഡ് ചെയ്യുന്നത്. ദൈവത്തിൽ പ്രശംസിക്കുന്നവനാണ്, ദൈവം ഏകനാണ്, ഏക ദൈവം, മശിഹ പരിശുദ്ധാത്മാവുണ്ടെന്ന് വിശ്വസിക്കുന്നു, ദൈവമുണ്ട്, അതുപോലെ മശിഹായും ഉണ്ട് എന്ന് വിശ്വസിക്കുന്നു. അവർ യേശുവിനെ മശിഹ ആണെന്ന് വിശ്വസിച്ചില്ല. അതാണ് അവർക്ക് പറ്റിയ അബദ്ധം. ദൈവത്തിൽ പ്രശംസിച്ച് ന്യായപ്രമാണത്തിൽ നിന്ന് പഠിക്കിയാൽ അവന്റെ ഇഷ്ടമറിഞ്ഞ് വേദാവേദങ്ങൾ വിവേചിക്കുന്നവരാണ്. ജ്ഞാനത്തിന്റെ സത്യത്തിന്റെ സ്വരൂപം ന്യായപ്രമാണത്തിൽ നിങ്ങൾക്ക് ലഭിച്ചവരാണ്. എന്നിട്ട് നിങ്ങൾ കുരുടർക്ക് വഴികാട്ടുന്നവർ എന്നാണ് നിങ്ങളെ തന്നെ ഉറച്ചിരിക്കുന്നത്. ഇരുട്ടുള്ളവർക്ക് വെളിച്ചം, മൂഢരെ പഠിപ്പിക്കുന്നവൻ, ശിശുക്കൾക്ക് ഉപദേഷ്ടാവ് എന്ന് ഉറച്ചിരിക്കുന്നത്. നമ്മൾ 20-ാം അധ്യായത്തിൽ ഞാനത് സമയം ഈ ടൈം അത്ര, പ്രത്യേകിച്ച് നമ്മൾ ക്യാൻഡുള്ളവർക്ക് ഈ സമയം ഇച്ചിരി ഒരു എന്താ ഞാൻ പറയുന്നത്, നമുക്കൊരു വല്ലാത്ത ടൈം ആയതുകൊണ്ട് 20-ാം അധ്യായമൊക്കെ 1-2 ഭാഗങ്ങളൊക്കെ വായിക്കണമെന്ന് വിചാരിച്ചാൽ വന്നേ. പക്ഷെ എനിക്കത് അങ്ങോട്ട് ഒരു നിയോഗം കിട്ടുന്നില്ല. കാരണം നമ്മുടെ നാളെ രാവിലെ ഇവിടെ എല്ലാവർക്കും വെളുപ്പം തന്നെ എഴുന്നേൽക്കുകയും വേണം. പിന്നെയും മീറ്റിങ്ങുകളുണ്ട്.
എല്ലാവർക്കും അത് ഉള്ളത് കൊണ്ട് ഞാൻ ആ ഭാഗം 20 അധ്യായം ദയവ് ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ ഭവനത്തിലിരുന്ന് അത് വായിച്ചാൽ വളരെ നല്ല കാര്യമായിരിക്കും. വായിച്ചിട്ടുള്ളവർക്ക്, നിങ്ങളെല്ലാം ഇതിനകത്തിരിക്കുന്നവരൊക്കെ എന്നേക്കാൾ മിടുക്കന്മാരും പ്രഗത്ഭന്മാരും ആയതുകൊണ്ട് ഞാൻ ആ ഭാഗങ്ങളൊന്നും വിവരിക്കുന്നില്ല. നിങ്ങൾക്കറിയാം, അത് വായിക്കുമ്പോൾ കർത്താവ് ഇവരെ മൊത്തത്തിൽ അവരെ പറയുന്ന സർപ്പസന്തതികളെ നിങ്ങൾ എങ്ങനെ നരകവിധി ഒഴിഞ്ഞു പോകുന്ന ഇവരോട് ചോദിക്കുന്നു, ഈ പരീശനെയും ശാസ്ത്രിയും നോക്കിയിട്ട്. ഇവർ സ്വയം പറയുക, ഞങ്ങൾ കുരുടന്മാരെ വഴികാട്ടുന്നവരാണ്, ഞങ്ങൾ ഉപദേഷ്ടാക്കന്മാരാണ്, ഞങ്ങൾക്ക് ഒന്നുമില്ലാത്തവരെ ഞങ്ങൾ പഠിപ്പിച്ച് അവരെ മെച്ചൂർഡാക്കുന്നൊക്കെ പറയുന്നതാണ്. എന്നിട്ട് അവരോട് 21 അന്യനെ ഉപദേശിക്കുന്നവനെ, നീ നിന്നെ തന്നെ ഉപദേശിക്കാത്ത എന്ത്? നമുക്ക് എല്ലാവർക്കും മറ്റുള്ള ഉപദേശിക്കാനൊക്കെ പറ്റും. എനിക്ക് നിങ്ങളെല്ലാം ഉപദേശിക്കാം, പക്ഷേ എന്നെ തന്നെ ഉപദേശിക്കാത്ത, എന്നെ നീ എന്താ, എന്നെ സെൽഫ് കൺട്രോൾ ചെയ്യാത്ത എന്താണ്? അന്യനെ നീ നിന്നെ തന്നെ ഉപദേശിക്കാത്ത എന്ത് എന്ന് പറയാം. നിന്റെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നീ ചെയ്യാനുണ്ട്. നീ നിന്റെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ളപ്പോൾ നീ മറ്റുള്ളവർ ഉപദേശിക്കുന്നത് എന്തിനാ? മോഷ്ടിക്കലെന്ന് പറഞ്ഞ് നീ മോഷ്ടിക്കുന്നു. നീ യഹൂദന്മാർ ജാതികളുടെ ക്ഷേത്രങ്ങൾ കയറി ആ കാലഘട്ടത്തിൽ മോഷ്ടിച്ചിരുന്നവർ. അതുകൊണ്ടാണ് പൗലോസ് അങ്ങനെ തന്നെ പറയുന്നത്, നീ മോഷ്ടിക്കലെന്ന് പ്രസംഗിക്കുന്നത്, നീ മോഷ്ടിക്കുന്നു. അവിടെ പറയുന്നുണ്ട്, വിഗ്രഹങ്ങളെ നീ ക്ഷേത്രം കവർ ചെയ്യുന്നു. അതിനകത്ത് കയറി വിഗ്രഹങ്ങൾ കവർ ചെയ്ത് വിറ്റിരുന്ന യഹൂദന്മാർ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവരെ പറ്റി പറയുന്നു, നീ ന്യായപ്രമാണത്തിൽ പ്രശംസിക്കുന്ന ഈ ന്യായപ്രമാണ ലംഘനത്താൽ ദൈവത്തെ അപമാനിക്കുകയാണ്. നിനക്ക് തന്ന ന്യായപ്രമാണത്തെ വെച്ചിട്ട് നീ ദൈവത്തെ അപമാനിക്കുന്നു. യെശയ്യാ 52:5 പറയുന്ന പോലെ, നിങ്ങൾ നിമിത്തം ദൈവത്തിന്റെ നാമം ജാതികളുടെ ദുഷിക്കപ്പെടുന്നു എന്ന് അവിടെ എഴുതിയിരിക്കുന്നു അല്ലോ. ഇതെല്ലാം പറഞ്ഞിട്ട് പൗലോസ് പറയാണ്, നീ ന്യായപ്രമാണം ആചരിച്ചാൽ പരിച്ഛേദന അല്ലെങ്കിൽ സർക്കംസിഷൻ പ്രയോജനമുള്ളത്. ഇപ്പൊ സർക്കംസിഷൻ ചെയ്തുകൊണ്ട് പുറമെ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി യഹൂദന്റെ ലേബലുമായിട്ട് നിന്റെ അകത്ത് നോക്കിയാൽ നീ വെള്ള തേച്ച് ശവക്കല്ലറ പോലെ, നിന്റെ അകം അഴുക്കും ദുഷ്ടതയും മാലിന്യങ്ങളും എല്ലാ കപടതയും വിഷവും നിറഞ്ഞതായ ഒരു ഹൃദയം വഹിച്ചുകൊണ്ട് കിടക്കുന്ന യഹൂദനെ കുറിച്ച് ഇവിടെ മത്തായി 20 കർത്താവ് പറഞ്ഞതിൻ്റെ ഒരു ചെറിയ ഭാഗം പൗലോസ് അവരെ നോക്കി പറയുക. പൗലോസ് പറയാ, പരിച്ഛേദനയൊക്കെ കൊള്ളാം, പക്ഷെ ന്യായപ്രമാണം നീ ആചരിച്ചാലേ പ്രയോജനമുള്ളൂ. അടുത്ത പറയാണ്, നീ ന്യായപ്രമാണം ലംഘിച്ചാൽ നിന്റെ പരിച്ഛേദന കൊണ്ട് ഒരു പ്രയോജനം, നീ ഇപ്പോഴും അഗ്രചർമ്മിയാണ്. നീ നിന്റെ സർക്കംസിഷൻ കൊണ്ട് നിനക്കൊരു പ്രയോജനമില്ല, കാര്യം നീ ന്യായപ്രമാണം ആചരിക്കുന്നില്ല. അടുത്ത ഭാഗം പറയുന്നു, നീ അഗ്രചർമ്മി അല്ലെങ്കിൽ സർക്കംസിഷൻ ചെയ്യാത്ത ഒരുവൻ ന്യായപ്രമാണത്തിലുള്ളത് തൻ്റെ സ്വഭാവത്തിൽ ചെയ്യുമ്പോൾ അവന്റെ അഗ്രധർമ്മം പരിച്ഛേദനയായിട്ട് ദൈവം എന്ന് പറഞ്ഞിട്ട് അടുത്ത പറയുന്നു, സ്വഭാവത്താൽ അഗ്രചർമ്മിയായവൻ ന്യായപ്രമാണം അനുഷ്ഠിക്കുന്നുവെങ്കിൽ അക്ഷരവും പരിച്ഛേദനയുള്ള ന്യായപ്രമാണം ലംഘിയായ നിന്നെ അവൻ വിധിക്കുകയില്ലയോ. അപ്പം ഒരു ജാതി യഹൂദൻ നോക്കിയിട്ട് പറയുമ്പോൾ, യഹൂദൻ അവന്റെ ന്യായപ്രമാണം ജീവിക്കേണ്ടവൻ അവന്റെ ആ പ്രവൃത്തികളൊന്നും അവനിൽ കാണാതിരിക്കുമ്പോൾ, ഒരു ജാതിയൻ അവൻ ന്യായപ്രമാണത്തിലുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് ഒരു യഹൂദനെ വിധിക്കുവാൻ സാധ്യതയുണ്ടെന്ന് പൗലോസ് ഇവിടെ ഇവരെ ഓർമ്മിപ്പിക്കുകയാണ്. ഈ ന്യായപ്രമാണം എന്തിനാ കൊടുത്തതെന്നുള്ള ഒന്ന് വായിക്കാം. ന്യായപ്രമാണം എന്തിനാണ് യഹൂദന്മാർക്ക് കൊടുത്തത്? 1 തീമോഥെയോസ് 1 മുതൽ 10 വരെ. കാര്യം ഈ യഹൂദന്റെ സ്വഭാവം അനുസരിച്ച് ഇവനെ നേരെയാക്കാൻ ഒരു വഴിയുമില്ല. ഇവന്റെ സ്വഭാവങ്ങൾക്കനുസരിച്ച് ന്യായപ്രമാണത്തിൽ കൂടെ എങ്ങനെയെങ്കിലും അവരെ നേർവഴിക്ക് നയിക്കാനുള്ള ഒരു പദ്ധതിയായിരുന്നു ദൈവം മോശയ്ക്ക് ന്യായപ്രമാണം കൊടുത്തത്. എന്നാൽ ഈ ന്യായപ്രമാണം എന്തിനു വേണ്ടിയാണ് യഹൂദന് കൊടുത്തതെന്ന് 1 തീമോഥെയോസ് 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ചാട്ടെ. നിർത്തുക. ന്യായപ്രമാണമോ കൊടുത്തിരിക്കുന്നത് നീതിമാനല്ല, പിന്നെ അർത്ഥം അധർമ്മികൾ, അഭക്തർ, അനുസരണം കെട്ടവർ, പാപികൾ, അശുദ്ധർ, ബാഹ്യന്മാർ, പിതൃഹന്താക്കൾ, പിതാവിനെയും മാതാവിനെയും ഒക്കെ കൊല്ലുന്ന ആൾക്കാർ, കൊലപാതകികൾ, ദുർനടപ്പുകാർ, പുരുഷമൈതാനക്കാർ, സ്വയംഭോഗികൾ, നരമോഷ്ടാക്കർ, ഭോഷ്ക് പറയുന്നവർ, കള്ളസത്യം ചെയ്യുന്നവർ എന്നീ വകക്കാർക്കും സൗണ്ട് ഡോക്ടറിന് വിപരീതമായി
ഏതിനും അത്രേ വെച്ചിരിക്കുന്നത് മറ്റേതിനും അത്രേ ഇത് വെച്ചിരിക്കുന്നത്. അടുത്ത ഭാഗം. ഗ്രഹിച്ചുകൊണ്ട് ആ അതിനെ അതിനെ ന്യായോചിതമായി ഉപയോഗിച്ചാൽ ന്യായപ്രമാണം നല്ലത് എന്ന് നാം അറിയുന്നു. ന്യായപ്രമാണം കൊടുത്ത ഇതിനു വേണ്ടിയാ. ഈ യഹൂദന്റെ സ്വഭാവമായത്. ഇവനെ നേരെയാക്കാൻ വേണ്ടി ദൈവം കൊടുത്തതാ. സ്തോത്രം. അത് ഇങ്ങനെയുള്ള ആൾക്കാരെ നന്നാക്കുന്നതിനുണ്ട്. പക്ഷെ ഇവൻ നന്നായില്ല എന്ന് മാത്രമല്ല, മറ്റുള്ളവരെ വിധിക്കുകയും കൂടെ ചെയ്തുകൊണ്ടാണ് പൗലോസ് അങ്ങനെ എഴുതുവാൻ ഇടയായിത്തീർന്നത്. അതുകൊണ്ട് പറയാണ് 28-29 വാക്യങ്ങൾ. പുറമേ യഹൂദനായവൻ യഹൂദനല്ല, പുറമേ ജഡത്തിലുള്ളത് പരിച്ഛേദനയുമില്ല, അകമേ യഹൂദനായവൻ യഹൂദൻ എന്ന് പറഞ്ഞാൽ പുറമേ എന്തെങ്കിലും കാണിച്ച് നീതിമാനാകുവാൻ സാധ്യമല്ല. നിന്റെ അകം വളരെ മോശമാണ്. നിന്റെ ഇൻസൈഡിൽ നിനക്കൊരു പരിച്ഛേദന ആവശ്യമാണ്. നിന്റെ ഇൻസൈഡിൽ, നിന്റെ ഹൃദയത്തിൽ ഒരു സർക്കംസിഷൻ ആവശ്യമാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെത്തി പുറത്തേക്ക് കളയുന്ന അതിനെക്കുറിച്ചാണ് പൗലോസ് പറയുന്നത്. ഹൃദയത്തിനകത്ത് ഒരു പരിച്ഛേദന. പ്രിയമുള്ളവരെ, ഈ ഭാഗം അവസാനിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഒരു മാനസാന്തരം നമുക്കെപ്പോഴും ആവശ്യമാണ്. ഒരു പുതുക്കം ആവശ്യമാണ്. നമ്മുടെ മൈൻഡ് സെറ്റിനെ എപ്പോഴും റിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കണം. ഈ ലോകത്തിലെ മാലിന്യങ്ങൾ കയറാതെ, ദുഷ്ടൻ നമ്മളെ തൊടാതെ, യാതൊരു മാലിന്യങ്ങൾ അതെല്ലാം നമ്മളെ അറ്റാക്ക് ചെയ്യുവാനുള്ള സാധ്യതകളുണ്ട്. ഇതൊന്നും മലിനപ്പെടാതെ നമ്മുടെ ഹൃദയത്തെ നിരന്തരം പരിച്ഛേദന ചെയ്തുകൊണ്ട് കർത്താവ് യേശുവിൻ്റെ രക്തത്താൽ നിരന്തരം കഴുകൽ പ്രാപിക്കുന്നവരായി നമ്മൾ തീർന്നെങ്കിൽ മാത്രമേ നമ്മൾ യഥാർത്ഥമായ ഒരു പരിച്ഛേദന അനുഭവത്തിലേക്ക് എത്തുകയുള്ളൂ. അക്ഷരത്തിലല്ല, ആത്മാവിലുള്ള ഹൃദയപരിച്ഛേദന എത്രയേ യഥാർത്ഥ സർക്കസിഷൻ എന്ന് പറയുന്ന യഹൂദനെ നോക്കിയിട്ട് പറയാം, നിന്റെ പുറമേ ഉള്ള ഭാഗ്യമായി ചെയ്തൊന്നുമല്ല, നിന്റെ ഹൃദയത്തിനകത്ത് നീ പരിച്ഛേദന ചെയ്തെങ്കിൽ മാത്രമേ നിനക്ക് രക്ഷപ്പെടാനായിട്ട് കഴിയത്തുള്ളൂ. അത് നിന്നെ കൊണ്ട് സാധ്യമല്ല എന്ന് പൗലോസ് തുടർന്ന് ഇവിടെ തെളിയിക്കുന്ന ഭാഗങ്ങളാണ് മുന്നോട്ട് നമ്മൾ കടന്നു പോകുന്നത്. ഞാൻ ഇന്ന് രാത്രി ഈ ഭാഗം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പുറമേ യഹൂദനല്ല, പുറമേ ജഡത്തിലുള്ളത് പരിച്ഛേദനയുമല്ല, അകമേ യഹൂദനായവനത്രേ യഹൂദൻ. ഒരു യഹൂദൻ എന്ന് പറഞ്ഞാൽ അവൻ്റെ അകത്തെ പരിച്ഛേദന ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ളവനെയാണ് ദൈവം യഥാർത്ഥമായ ഒരു യഹൂദനായിട്ട്, ഒരു ന്യായപ്രമാണം ആചരിക്കുന്നവനായിട്ട് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അക്ഷരത്തിലല്ല, ആത്മാവുള്ള ഹൃദയ പരിച്ഛേദന എത്രയേ പരിച്ഛേദന. അവന് മനുഷ്യരല്ല, ദൈവത്താൽ തന്നെ പുകഴ്ച ലഭിക്കും. ഇവിടെ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യത്തിലും ഈ ലോകത്തെ ഒരു മനുഷ്യന്റെയും പുകഴ്ച നമുക്ക് ലഭിച്ചില്ല എങ്കിലും നമുക്ക് ദൈവത്തിൽ നിന്നൊരു പുകഴ്ച ലഭിക്കും. ദൈവത്തിൽ നമുക്കൊരു തേജസ് ഉണ്ടാകും, ദൈവത്തിൽ ഒരു മാനമുണ്ടാകും. ദൈവത്തിൽ നിന്ന് അങ്ങനെ നമ്മൾ അതിനെ ഫോളോ ചെയ്താൽ നമുക്ക് നിത്യജീവന്റെ അവകാശികളായി തീരുമെന്നാണ് ഈ ഭാഗം നമ്മളെ ഓർപ്പിക്കുന്നത്. തുടർന്ന് നമ്മൾ അടുത്ത ആഴ്ച 3-ാം അധ്യായം നമ്മൾ ചിന്തിക്കും. അത് 20 വരെയുള്ള വാക്യങ്ങളിലാണ് ഈ പിന്നെയും ഇതിനെക്കുറിച്ച് മനുഷ്യൻ നീതിമാനല്ല എന്ന് തെളിയിക്കുന്ന ഭാഗം സ്റ്റോപ്പാകുന്നത്. ഇന്ന് രാത്രി ഞാൻ എൻ്റെ ഈ 2-ാം അധ്യായം ഇവിടെ അവസാനിക്കുമ്പോൾ, ദൈവം പ്രിയമുള്ളവരെ, നാം മറ്റുള്ളവരെ വിധിക്കുന്നവരായി തീരല്ലേ. സ്തോത്രം. മറ്റുള്ളവരെ വിധിക്കുവാൻ നമുക്ക് യാതൊരു യോഗ്യതയുമില്ല. കർത്താവ് പറഞ്ഞ ഈ സമയത്തിന് മുമ്പേ ഒന്നും വിധിക്കരുത്. മറ്റുള്ളവരെ ജഡ്ജ് ചെയ്ത് മാറ്റി നിർത്തിയല്ല, നാം നമ്മെ തന്നെ കാണേണ്ടവരാണ്. നമ്മുടെ ഹൃദയത്തിലെ പരിച്ഛേദനയാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. വസ്ത്രങ്ങളെയല്ല, ഹൃദയങ്ങളെ തന്നെ കീറി, യോവേൽ പ്രവാചകൻ പുസ്തകത്തിൽ പറയുന്ന പോലെ വസ്ത്രങ്ങളെയല്ല, ഹൃദയങ്ങളെ തന്നെ കീറി നമ്മൾ ദൈവത്തിൻ്റെ അടുക്കലേക്ക് ചെല്ലുവാൻ ദൈവം നമ്മളെ സഹായിക്കും. ഈ ഭാഗത്തിൽ കൂടെ ഒക്കെ കടന്നു പോകുമ്പോൾ ദൈവത്തിൻ്റെ കരുണയാണ് ഞാൻ ഓർക്കുന്നത്, ദൈവത്തിൻ്റെ സ്നേഹമാണ്. ഞാൻ ഈ ഭാഗം ധ്യാനിച്ചപ്പോൾ ഒത്തിരി ദൈവത്തോട് നന്ദി. ദൈവമേ, എന്നെ വിടുവിപ്പാൻ ദൈവത്തിനോട് പ്രസാദം തോന്നിയല്ലോ. ഇത്ര പാപ സ്വഭാവങ്ങളുള്ളതായ ഒരു മനുഷ്യനായ എന്നെ കർത്താവെ നീ വിടുവിച്ചല്ലോ, നീ എന്നെ സ്നേഹിച്ചല്ലോ, നീ എനിക്ക് വേണ്ടി കാൽവറിയിൽ തകർക്കപ്പെട്ടല്ലോ, നിന്റെ രക്തം എനിക്ക് വേണ്ടി ഒഴുക്കിയല്ലോ, നീ എന്നെ നീതീകരിച്ചല്ലോ, നീ എന്നെ ശുദ്ധീകരിച്ചല്ലോ. ഞാൻ ദൈവത്തിന് ഒത്തിരി സ്തുതിക്കുകയും ദൈവത്തിന് ഒത്തിരി നന്ദി പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഡിവേഷൻ അവസാനിപ്പിച്ചത്. ദൈവങ്ങൾ ഇന്ന് രാത്രി നമ്മെ തന്നെ സമർപ്പിക്കാം. ഈ ഭാഗങ്ങളൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് കൂടുതൽ ദൈവത്തോട് സ്നേഹം വരുമെന്നാണ് എൻ്റെ പൂർണ്ണമായ വിശ്വാസവും പ്രത്യാശയും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വചന ശുശ്രൂഷ വിരമിക്കുന്നു. ഗോഡ് ബ്ലെസ് യു ആൾ.